قال العلامة سليمان الجمزوري رحمه الله تعالى: يقول راجي رحمة الغفور دوما سليمان هو الجمزوري: الحمد لله مصليا على محمد وآله ومن تلا. وبعد هذا النظم للمريد في النون والتنوين والمدود، سميته بتحفة الأطفال عن شيخنا الميهي ذي الكمال، أرجو به أن ينفع الطلاب والأجر والقبول والثواب. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പഠിക്കുന്നത് തുടക്കക്കാരായ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട തജ്വീദിൻ്റെ വിഷയത്തിലുള്ള തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന ഷെയ്ഖ് സുലൈമാൻ അൽ ജംസൂരി റഹിമഹുല്ലയുടെ കിതാബിൻ്റെ ഷറഹാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. ഷെയ്ഖ് സുലൈമാൻ അൽ ജംസൂരി റഹിമഹുല്ല 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ തജ്വീദി പണ്ഡിതനും കൂടിയാണ് ഷെയ്ഖ് സുലൈമാൻ അൽ ജംസൂരി റഹിമഹുല്ല. ഏകദേശം ഹിജറ 1160-കളിലാണ് അദ്ദേഹം മിസ്റിൽ ജനിക്കുന്നത്. ജംസൂർ എന്ന് പറയുന്ന സ്ഥലം, തൊന്ത എന്ന് പറയുന്ന മിസ്ർ പ്രദേശത്തുള്ള സ്ഥലമാണ് ജംസൂർ. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ജംസൂരി എന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. എന്നെങ്കിലും അത് പണ്ഡിത ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ടത് അൽ അഫന്തി എന്ന് പറയുന്ന പേരിലാണ്. അതൊരു തുർക്കി വാക്കാണ്. ആ പേരിൽ അദ്ദേഹം പണ്ഡിത ലോകത്ത് അറിയപ്പെട്ടത്. ഏകദേശം 1228 ഏകദേശം കണക്ക്, അദ്ദേഹം പ്രത്യേകമായൊരു തഹ്ദീദായ കണക്ക് അദ്ദേഹത്തിൻ്റെ വഫയാത്തിൽ പറയപ്പെട്ടിട്ടില്ല. ഏകദേശം ഈ കാലയളവിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. സുലൈമാൻ ഇബ്നു ഹുസൈൻ ഇബ്നു മുഹമ്മദ് അൽ ജംസൂരി ആണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമമായി അറിയപ്പെട്ടത്. ഷെയ്ഖ് റഹിമഹുല്ല വളരെ ചുരുക്കി തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമുള്ള രൂപത്തിലാണ് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന കിതാബ് അദ്ദേഹം ക്രോഡീകരിച്ചത്. അത് മന്ദൂമയാണ്. മന്ദൂമ എന്ന് പറഞ്ഞാൽ ഷിഅറിൽ നിന്നും മന്ദൂമയെ വേർതിരിക്കുന്നത്. ഷിഅർ എന്ന് പറഞ്ഞാൽ അത് വികാരങ്ങളെ അടയാളപ്പെടുത്താനുള്ളതാണ്. എന്നാൽ മന്ദൂമ എന്ന് പറയുന്നത് ഇൽമുകളെ അടയാളപ്പെടുത്താനുള്ളതാണ്. മന്ദൂമകൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇൽമുകളെ ക്രോഡീകരിക്കുന്നതിനാണ്. അതാണ് മന്ദൂമയും നളുമും അതേപോലെ ഷിഅറും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ അധിക പണ്ഡിതന്മാരും അവരുടെ മന്ദൂമാത്തുകൾ ക്രോഡീകരിച്ചത് റജ്സ് എന്ന ബഹറിലാണ്. കാരണം അത് വളരെ എളുപ്പമുള്ളൊരു ബഹറാണ്. അറബി ഷിഅറുകൾക്കും മന്ദൂമകൾക്കും ഓരോ ബഹറുകളുണ്ട്. അതിലേറ്റവും എളുപ്പമുള്ളതാണ് റജ്സ്. അധിക മന്ദൂമകളും റജ്സിലായിരിക്കും ക്രോഡീകരിക്കപ്പെടുക, അത് എളുപ്പത്തിന് വേണ്ടി. അതേപോലെ ക്രോഡീകരിച്ചതാണ് നമ്മൾ ഈ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന തജ്വീദിൻ്റെ വിഷയത്തിലുള്ള മന്ദൂമ. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. ഷെയ്ഖ് റഹിമഹുല്ല നമ്മുടെ മന്ദൂമയുടെ തുടക്കത്തിൽ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില നുസ്ഖകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് നമുക്ക് ആ മന്ദൂമയുടെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് മന്ദൂമയിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മന്ദൂമയിൽ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് നമ്മൾ ഷെയ്ഖിൻ്റെ തന്നെ ഈ തുഹ്ഫത്തുൽ അത്ഫാൽ അദ്ദേഹത്തിൻ്റെ ഷർഹ് ഫത്ഹുൽ അഖ്ഫാൽ ഷർഹി തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന കിതാബിൽ ഷെയ്ഖ് റഹിമഹുല്ല അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അഷ്ശൈഖ് അൽ മീഹി റഹിമഹുല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മലിക്കുൽ മുതആൽ എന്ന് പറയുന്ന തുഹ്ഫത്തുൽ അത്ഫാലിൻ്റെ ഷർഹിൽ അദ്ദേഹവും ഈ ബിസ്മി മത്തിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് തെളിവായി മതിയാകുന്നതാണ്. ഈ മന്ദൂമയുടെ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ് എന്നുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത് യഖൂലു റാജി റഹ്മത്തിൽ ഗഫൂരി ദൗമൻ സുലൈമാനു ഹുവൽ ജംസൂരി. നമുക്ക് ആദ്യം ബൈത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം, പിന്നെ അതിൻ്റെ അറാബിയായ വശം ഒന്ന് മനസ്സിലാക്കാം, പിന്നെ അതിൻ്റെ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം, വളരെ ചുരുക്കിക്കൊണ്ട്. യഖൂലു പറയുന്നു, റാജി ആഗ്രഹിക്കുന്നവൻ, പ്രതീക്ഷിക്കുന്നവൻ പറയുന്നു,
റഹ്മത്തിൽ ഗഫൂരി, ഗഫൂറായ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവൻ പറയുന്നു. ദൗമൻ, എല്ലായ്പ്പോഴും, എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവൻ പറയുന്നു. ആരാ പറയുന്നത്? സുലൈമാൻ വൽ ജംസൂരി, അദ്ദേഹം ജംസൂരിയാകുന്നു, സുലൈമാൻ അൽ ജംസൂരിയാകുന്നു. ഇതാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. എൻ്റെ അറാബി ആവശ്യം നോക്കുകയാണെങ്കിൽ യഖൂലു റാജി, റാജി എന്നുള്ളത് ഈ യഖൂലു എന്ന ഫിഅല് മുളാരിയായ ഫിഅലിൻ്റെ ഫാഇലാണ് റാജി. അത് അത് ഈ റാജി എന്നുള്ള വാക്ക് അത് ഇസ്മു ഫാഇലാണ്. ഇസ്മു ഫാഇൽ ആയതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള റഹ്മത്തി എന്നുള്ളത് ചില ആൾക്കാരൊക്കെ അതിന് മഫ്ഊൽ ബിഹി നെസ്ബോട് കൂടി ഓതുന്നതായിട്ട് കേൾക്കാം. അത് തെറ്റാണ് യഥാർത്ഥത്തിൽ. കാരണം ഈ റാജി എന്ന ഇസ്മുൽ ഫാഇൽ അതിന് അലിഫ്ലാമില്ല, അതേപോലെ തന്നെ അതിലവസാനം തൻവീനുമല്ല, യാ കളയപ്പെട്ട് പകരം തൻവീൻ വന്നതുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് റഹ്മത്തിനെ മഫൂൽ ബിഹി ആക്കാമായിരുന്നു. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ റഹ്മത്തി എന്നുള്ളത് റാജി എന്നതിൻ്റെ മുലാഫ് ഇലഹി ആയിട്ടാണ് പണ്ഡിതന്മാരൊക്കെ സ്ഥിരപ്പെടുത്തിയത്. അതായത് ബിൽ കസറായിട്ടാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അൽ ഗഫൂർ എന്നുള്ളത് റഹ്മത്തിൻ്റെ മുലാഫ് ഇലൈഹി. ദൗമൻ എന്നുള്ളത് ലർഫാൻ, അത് മൻസൂബും ബിൽ ഫത്ഹ. ഈ സുലൈമാൻ എന്നുള്ളത് റാജി എന്ന യഖൂലു എന്നതിൻ്റെ ഫാഇലായ റാജിയുടെ ബദൽ അല്ലെങ്കിൽ അത്ഫ് ബയാൻ, ഈ രണ്ട് രൂപത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ സുലൈമാൻ എന്നുള്ളത് ആ വാക്ക്. ഹുവൽ ജംസുരി, അദ്ദേഹം ജംസൂരിയാകുന്നു, അത് എൻ്റെ മുബ്തദയും അതിൻ്റെ ഒരു ഖബർ. ഇതാണ് ഈ ബൈത്തിൻ്റെ ഒരു ഇറാബിയായ വശം. അദ്ദേഹം പറയാണ് അൽഹംദുലില്ലാഹി മുസല്ലിയൻ അലാ മുഹമ്മദിൻ വ ആലിഹി വമൻ തലാ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. മുസല്ലിയൻ, സ്വലാത്തു പറയുന്ന അവസ്ഥയിൽ, അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, വ ആലിഹി, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും, വമൻ തല, ആ അവരെ തുടർന്ന് വരുന്ന ആൾക്കാരുടെ മേലിലും. ഇങ്ങനെ സങ്കല്പിക്കാം, വമൻ തലാഹും, അവരെ തുടർന്ന് വരുന്ന ആൾക്കാർ, താബികൾ, താബികൾ, മുഅ്മിനീങ്ങൾ, അവർക്കെല്ലാം സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യാം. ഇവിടെ ഇതാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഇറാബി ആവശ്യം നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതേപോലെ തന്നെ മുസല്ലിയൻ അല, അൽഹംദുലില്ലാ നമുക്കറിയാം മുബ്തദയും ഖബറും. ഈ ലില്ലാഹി എന്ന ജാറു മജ്റൂറിന് നമ്മൾ അവിടെ ഒരു മുതഹല്ലിക്ക് സങ്കല്പിക്കണം. അൽഹംദുലില്ലാഹി മുസ്തഖിറുൻ ലില്ലാഹ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കായിനുൻ ലില്ലാഹ് എന്നൊരു നമ്മളെന്താ പറയുക, ഒരു മുതഹല്ലിക്ക് സങ്കല്പിച്ചു കൊടുക്കണം. അതേപോലെ ഈ മുസല്ലിയൻ എന്നുള്ളത് പണ്ഡിതന്മാർ 2-3 രൂപത്തിലാണ് ഇതിൻ്റെ ഇറാബ് വിശദീകരിച്ചത്. നമുക്കിവിടെ മുസല്ലിയൻ എന്ന കലിമത്തിന് ഹാലായി ഇറാബ് നൽകാം, മൻസൂബും ബിൽ ഫത്ഹ. എന്തിൻ്റെ ഹാലായിട്ട്? കളയപ്പെട്ട ഒരു ഫീലിനെ നമ്മളവിടെ സങ്കല്പിച്ചു കൊടുക്കാം. ഐ അഖൂലു അൽഹംദുലില്ലാഹി മുസല്ലിയൻ. ഈ മുസല്ലി എന്നുള്ളത് അഖൂലു എന്ന കളയപ്പെട്ട ഒരു ഫിയലിൻ്റെ ഹാലായിട്ട് വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആ ഫീലിൻ്റെ ഫായിലിൻ്റെ സാഹിബുൽ ഹാല്, ഫീലിൻ്റെ ഫായിൽ. അതല്ലെങ്കിൽ അബ്ദഉ അല്ലെങ്കിൽ അഖൂലു, ഈ 2 രൂപത്തിൽ നമുക്കൊരു ഫിയൽ സങ്കല്പിക്കുകയും അതിൻ്റെ ഫായിലിൻ്റെ ഹാലാക്കിയിട്ട് മുസല്ലിയെ നമ്മൾ ഇറാബ് കൊടുക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ ഇറാബിയായ ഒരു വശം. ഈ ഒമൻ തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ തുടർന്ന് വരുന്ന ആൾക്കാർ. ഈ ഒമൻ തല ഒരു മഫൂൽ സങ്കല്പിക്കുക, ഹും, അത് ഈ റസൂലുള്ളാഹിയുടെ സഹാബാക്കളെയും ആലിനെയും സഹാബാക്കളെയും തുടർന്ന് വരുന്ന ആൾക്കാർ, അവരുടെ മേലും സ്വലാത്ത് ഉണ്ടാകട്ടെ എന്നർത്ഥത്തിൽ. ഇനി വബഅദു ഹാദാ അൻ-നൾമു ലിൽ മുരീദി ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി. വബഅദു, ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി വിഷയത്തിലേക്ക് കടക്കാണ്. ഈ വബഅദു എന്ന് പറഞ്ഞാൽ ഐ ബഅദൽ ഹംദി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹംദിനും സ്വലാത്തിനും സലാമിനും ശേഷം. സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ് പുതിയൊരു വിഷയത്തിൽ ആമുഖം കഴിഞ്ഞ് വിഷയത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ തഫ്സീലിയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്.
യുവ ബഅദു എന്നുള്ളത്. യുവ ബഅദുവിന് സാധാരണ നമ്മൾ അതിൻ്റെ മഖ്തൂഉൻ അനിൽ ഇളാഫ ആയതുകൊണ്ട് തന്നെ ബഅദു എന്ന ലർഫിനെ നമ്മൾ മബിനിയുൻ അലല്ലം എന്ന് നമുക്ക് ഇറാബ് കൊടുക്കാം. ആദ്യം പറയണം വബഅദു ഹംദും സലാത്തിനും സലാമിനും ശേഷം ഹാദ നളുമു, ഈ നളുമ്, ഈ പറയപ്പെടാൻ പോകുന്ന നളുമ് ലിൽ മുരീദി ഉദ്ദേശിക്കുന്നവർക്കാകുന്നു. ഐ ലിൽ മുരീദി ഇൽമു തജ്വീദ്, തജ്വീദിനെ ഉദ്ദേശിക്കുന്നവർക്കാകുന്നു. ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി, നൂനിൻ്റെ വിഷയത്തിലും തൻവീനിൻ്റെ വിഷയത്തിലും മദ്ദിൻ്റെ വിഷയത്തിലുമായിട്ടുള്ള ആകുന്നു ഈ നളുമ്. ഹാദ നളുമു ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി ലിൽ മുരീദി ഇൽമി തജ്വീദ് നമ്മൾ സങ്കല്പിക്കാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ നളുമ് മദ്ദിൻ്റെ വിഷയത്തിലും തൻവീനിൻ്റെ വിഷയത്തിലും നൂനിൻ്റെ വിഷയത്തിലും ഇൽമു തജ്വീദ് ഉദ്ദേശിക്കുന്നവർക്കാകുന്നു ഈ നളുമ്, ഈ പറയപ്പെടാൻ പോകുന്ന തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന നളുമ്. അതിൻ്റെ അറാബി ആവശ്യം നോക്കുമ്പം വാവ് ഇസ്തിനാഫാക്കാം. അതുപോലെ ബഅദു എന്നുള്ളത് ലർഫ് മബ്നിയുൻ അലദ്ദം, എന്തുകൊണ്ട് മഖ്തൂഉൻ അനിൽ ഇളാഫ, അതിനുശേഷമുള്ള ഇളാഫത്ത് കളയപ്പെട്ടത് കൊണ്ട്. സാധാരണ ഈ ബഅദു എന്നതിന് ശേഷം അതിനുശേഷം തുടങ്ങുന്ന ജുംലയിൽ ഫ ചേർന്ന് വരൽ അനിവാര്യമാണ്. കാരണം അമ്മ ബഅദു, ഈ അമ്മ തഫ്സീലിയാണ്, ഷർത്താണ്. അപ്പോൾ ആ ഷർത്തിന് ജവാബ് എന്ന നിലക്ക് അതിന് ശേഷം വരുന്ന ജുംലയിൽ ഫ കൊണ്ട് ആരംഭിക്കൽ അനിവാര്യമാണ്. പക്ഷെ ഇവിടെ ഈ അമ്മ എന്നുള്ളതും ഈ ശേഷം വരുന്ന കലിമത്തിൽ ഫഹാദ എന്നുള്ള ഫാവും അത് ലറൂറത്ത് ഷിയാറിന് വേണ്ടി കളയപ്പെട്ടതാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ബൈത്തിൻ്റെ വസനൊപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചിലത് ഒഴിവാക്കാം, ജായിസാണ്. ഇത് പറയാൻ ഹാദ നളുമു, ഈ നളുമാകുന്നത് ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദി, മദ്ദിൻ്റെയും തൻവീനിൻ്റെയും നൂനിൻ്റെയും വിഷയത്തിലാകുന്നു. ഇത് ആർക്കുള്ളതാ? അതും ചേർക്കണം. ലിൽ മുരീദി ഉദ്ദേശിക്കുന്നവർക്കാകുന്നു. അതായത് ഹാദൻ നളുമു, ആ നളുമിൻ്റെ സിഫത്താണ് ഈ ജാർ മജൂർ വരുന്ന ഫിന്നൂനി വത്തൻവീനി വൽ മുദൂദ് എന്നുള്ളത് നളുമിൻ്റെ സിഫത്താണ്. ഈ മുദൂദിൻ്റെയും തൻവീനിൻ്റെയും നൂനിൻ്റെയും വിഷയത്തിലുള്ളതായ ഈ നളുമാകുന്നത് ലിൽ മുരീദി ഉദ്ദേശിക്കുന്നവർക്കാകുന്നു. എന്തുദ്ദേശിക്കുന്നത്? അവിടെ മഫൂൽ സങ്കല്പിച്ചു കൊടുക്കാം. ലിൽ മുരീദി ഇൽമത്ത് തജ്വീദി, തജ്വീദിൻ്റെ ഇൽമിനെ ഉദ്ദേശിക്കുന്നവർക്കാകുന്നു എന്ന് സങ്കല്പിച്ചു കൊടുക്കാം. അടുത്ത ബൈത്തിൽ ഷെയ്ഖ് പറയാണ് സമ്മൈതുഹു ബിതുഹ്ഫത്തിൽ അത്ഫാലി അൻ ഷെയ്ഖിനൽ മീഹിദിൽ കമാലി. ഇവിടെ സമ്മൈതുഹു, ഷെയ്ഖ് പറയാണ് സമ്മൈതുഹു, ഞാൻ അതിന് പേര് വെച്ചു. ഏതിന്? ഹാദൻ നളും, ഈ നളുമിന് ഞാൻ പേര് വെച്ചു. ഈ ഹൂം അടങ്ങുന്നത് ആ നളുമിലേക്കാണ്. മുമ്പത്തെ നളുമു എന്ന് പറഞ്ഞല്ലോ, ആ നളുമിലേക്കാണ് ഹൂം അടങ്ങുന്നത്. ഈ നളുമിന് ഞാൻ പേര് വെച്ചു ബിതുഹ്ഫത്തിൽ അത്ഫാലി, തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പേര് വെച്ചു. അപ്പോൾ ഈ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന കിതാബ് ഇദ്ദേഹത്തിലേക്കുള്ള നിസ്ബ അദ്ദേഹം സ്ഥിരപ്പെടുത്തി. അൻ ഷെയ്ഖിനൽ മീഹി, അദ്ദേഹം പറയുന്നത് അൻ ഷെയ്ഖിന, എൻ്റെ ഷെയ്ഖിനെ തൊട്ട്, നമ്മുടെ ഷെയ്ഖിനെ തൊട്ട്, അൽ മീഹി, അതായത് മീഹി, നമ്മുടെ ഷെയ്ഖ് മീഹിയെ തൊട്ടാണ് ഞാൻ ഈ ഇൽമു തജ്വീദ് ഉദ്ധരിക്കുന്നത്. അവിടെ സങ്കല്പിക്കാൻ രണ്ട് മൂന്ന് രൂപത്തിൽ സങ്കല്പിക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ അറാബി വേഷം പറയുമ്പോൾ നമുക്ക് പറയാം. ദിൽ കമാലി, പൂർണ്ണനായ നമ്മുടെ ഷെയ്ഖ് മീഹിയിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി രണ്ട് രൂപത്തിൽ നമുക്ക് എൻ്റെ അറാബിയ വശം പറയാം. ഒന്ന് സമ്മൈതുഹു, ഒക്കെ അറിയാം, ഫീലും ഫായിലും അതിന് മഫൂലും. ഹും അടങ്ങുന്നത് നളുമിലേക്ക്. ബിതുഹ്ഫത്തിൽ അത്ഫാൽ, തുഹ്ഫത്തുൽ അത്ഫാൽ എന്നുള്ളതിനെ ഈ മഫൂൽ സാനിയാണ് ആ ജുംല. തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പേര് വെച്ചു. ഇവിടെ അൻ ഷെയ്ഖിന, നമ്മുടെ ഷെയ്ഖിനെ തൊട്ട്, ഇവിടെ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ ഈ നളുമ്, ഈ ഇൽമു തജ്വീദ് ഞാൻ സ്വീകരിച്ചത് എൻ്റെ ഷെയ്ഖിൽ നിന്നാണ് എന്നർത്ഥം വെക്കാം. ഐ സമ്മൈതു ബിതുഹ്ഫത്തുൽ അത്ഫാലി അഖദ്തു അൻ ഷെയ്ഖിനൽ മീഹി, അല്ലെങ്കിൽ അർവി അൻ ഷെയ്ഖിനൽ മീഹി ദിൽ കമാൽ, ഈ പറയപ്പെടാൻ പോകുന്ന ഇൽമ് എൻ്റെ ഷെയ്ഖിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു, ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഉദ്ധരിക്കുന്നു എന്നർത്ഥം സങ്കല്പിക്കാം. അതല്ലെങ്കിൽ ഈ പേര് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന ഈ നളുമിന് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന പേര് എൻ്റെ ഷെയ്ഖിൽ നിന്നും സ്വീകരിച്ചതാകുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് സങ്കല്പിക്കാം. മീഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസന്നിഫ് റഹ്മഹുള്ളയുടെ ഷെയ്ഖാൻ. അദ്ദേഹം നൂറുദ്ദീൻ അൽ മീഹ് എന്ന് പറയുന്ന സ്ഥലം, ഇതും ഈ നമ്മുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ജനിച്ച ത്വന്ത എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലം, മിസറിലുള്ള മീഹ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ മീഹി അതിലേക്ക് ചേർത്തോണം മീഹി എന്നറിയപ്പെടുന്നത്.
യഥാർത്ഥത്തിൽ ചില നുസ്ഖകളിൽ പിന്നെ മീമിന് ഫത്ഹായിട്ടും മഹി എന്നും ചില നുസ്ഖകളിൽ കാണാം. പക്ഷേ അതിൻ്റെ പണ്ഡിതന്മാർ ലബത്ത് ചെയ്തത് മീഹി എന്നാണ്. മീമിന് കസറായിക്കൊണ്ടാണ് എല്ലാവരും അധിക പണ്ഡിതന്മാരും അതിനെ ലബത്ത് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മഖ്തൂത്താത്തുകളിലും അതേപോലെ നമ്മുടെ മുസന്നിഫിൻ്റെ തന്നെ ഷർഹുകളിലും അതേപോലെ ഷെയ്ഖ് മീഹിയുടെ ഷർഹുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ബിക്കസറിൽ മീഹി എന്നാണ് സ്ഥിരപ്പെടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ദിൽ കമാലി ദിൽ കമാൽ എന്നാൽ സാഹിബുൽ കമാൽ എന്ന അർത്ഥത്തിലാണ്. ദിൽ കമാൽ സാഹിബുൽ കമാൽ, പൂർണ്ണക്ക് ഉടയവനായ. ഇവിടെ ഈ കമാൽ എന്നുള്ളത് ഒരുപാട് ആക്ഷേപത്തിന് അർഹമായിട്ടുണ്ട് ഈ വാക്ക്. പക്ഷെ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളതിനെ അതിൻ്റെതായ രൂപത്തിൽ തവീൽ ചെയ്താൽ മതി. അതായത് പിന്നെ അള്ളാഹുമായിട്ടുള്ള ഇടപാടിലും മഖ്ലൂക്കുമായിട്ടുള്ള ഇടപാടിലും പൂർണ്ണനായവൻ. അള്ളാഹുമായിട്ടുള്ളതിൽ നല്ല തഖ്വയുള്ള, ഖുശൂഉള്ള, അള്ളാഹുമായിട്ടുള്ള ഹക്കുകൾ പൂർത്തീകരിക്കുന്ന പൂർണ്ണനായ മനുഷ്യനിലേക്ക് നിസ്ബ ചെയ്യാം. മുത്തലക്കായ കമാൽ അള്ളാഹ്ക്ക് മാത്രമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ മനുഷ്യന്മാരെ സംബന്ധിച്ച് കമാലിത്ത് പറയുമ്പോൾ അത് മനുഷ്യൻ്റെതായ കമാലിത്ത് നമ്മൾ അതിന് നിസ്ബ ചെയ്യാം. അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ ഇദ്ദേഹം കമാലുള്ള ആളാണ്. അതേപോലെ മനുഷ്യരായിട്ടുള്ള മഖ്ലൂക്കുമായിട്ടുള്ള ഇടപാടുകളിലും ഇദ്ദേഹം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നൊരർത്ഥം നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ ചില നുസ്ഖകളിലൊക്കെ ഈ ദിൽ കമാലി എന്നതിന് പകരം ദിൽ ജമാലി എന്നും കാണാം. പക്ഷെ അധിക നുസ്ഖകളിലും സ്ഥിരപ്പെട്ടത് അൽ കമാലി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ നിസ്ബയെ തന്നെ കാണാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുന്നുണ്ടല്ലോ, കമുല മിനൻ നിസായി അർബഅത്തുൻ, പെണ്ണുങ്ങളിൽ നിന്ന് 4 പേര് കമുല പരിപൂർണ്ണ സിദ്ധിച്ചവരാണ്. അതിനർത്ഥം അള്ളാഹുവിനെ പോലെ എന്നാണോ? അല്ല, മനുഷ്യൻ്റെതായ അവരിലേക്ക് ചേർത്തുകൊണ്ടുള്ള കമാലിയത്ത്, അതാണ് ഇവിടെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. അതായത് ഒരു ആക്ഷേപാർഹമായൊരു വാക്കായി നമ്മൾ അത്ര ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആ ബൈത്തിൻ്റെ അർത്ഥം. പിന്നെ ഷെയ്ഖ് പറയാൻ അർജു ബിഹി അൻ യൻഫഅ തുല്ലാബ വൽ അജ്റ വൽ ഖബൂല വസ്സവാബ. ഇവിടെ ഈ ഷെയ്ഖ് മുഖദ്ദിമ അവസാനിപ്പിക്കുകയാണ്. അർജു ബിഹി, ഞാൻ ഈ നളിമിലൂടെ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അൻ യൻഫഅ തുല്ലാബ, ഇത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൽ അജ്ർ, അതേപോലെ അജ്ർ കൂലിയും ഞാൻ ആഗ്രഹിക്കുന്നു. വൽ ഖബൂല, സ്വീകാര്യതയും, അത് ഈ കിതാബിലുള്ള സ്വീകാര്യതയും ഞാൻ ആഗ്രഹിക്കുന്നു. വസ്സവാബ, പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ ഷെയ്ഖ് റഹിമഹുല്ലാഹ് മുഖദ്ദിമ പൂർത്തീകരിച്ച്. ഇതാണ് ആ ബൈത്തിൻ്റെ അർത്ഥം. നമുക്ക് അതിൻ്റെ ഇറാബേഷൻ നോക്കുകയാണെങ്കിൽ അർജു ബിഹി, ആ ബിഹി മടങ്ങുന്നത് ഈ നളുമ്, ഈ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന ഈ നളുമ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അൻ യൻഫഅ തുല്ലാബ. അൻ യൻഫഅ എന്നുള്ളത് മസ്ദർ മുഅവ്വലാക്കി ഇടാൻ മഫ്ഊൽ ബിഹി ആക്കുക, അർജുൻ്റെ ഐ നഫ്അ തുല്ലാബി എന്നാക്കുക, ഇന്തിഫാഅ തുല്ലാബ് എന്നും ആക്കാം. അതായത് അതിൻ്റെ ഉപകാരമെടുക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, തഅ്വീൽ ചെയ്താൽ മതി. അന്നും അതിൻ്റെ ഫീലിനും തഅ്വീൽ ചെയ്യാം, മസ്ദർ മുഅവ്വലാക്കുക. തുല്ലാബ, ഈ തുല്ലാബ എന്നതിന് ശേഷം ഒരു അലിഫ് കാണുന്നുണ്ട്. അതായത് നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ അലിഫുൽ ഇത്ലാഖ്, ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് വസ്ന് വേണ്ടിയിട്ട് സാധാരണ കൊടുക്കുന്നുണ്ട്. ഏത് പരിശുദ്ധ ഖുർആനിലുള്ളതുപോലെ യദുന്നൂന ബില്ലാഹി ദുനൂന, എന്നാലേ അതിൻ്റെ പൂർണ്ണതയിലെത്തൂ. അറബി ഭാഷയുടെ പ്രത്യേകതയും കൂടിയാണത്. അപ്പോൾ ആ ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അലിഫുൽ ഇത്ലാഖ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തുല്ലാബുകൾക്ക് ഉപകാരപ്പെടാൻ, യൻഫഅൻ്റെ മഫ്ഊലാണ് തുല്ലാബ എന്നുള്ളത്. അതേപോലെ അതിൻ്റെ അത്ഫ് വൽ അജ്റ, കൂലി, അത് ഇവിടത്തേക്കാണ് ബന്ധം. യൻഫഅ എന്ന മഫ്ഊലിലേക്കാണ് വൽ അജ്റ എന്നതിൻ്റെ ബന്ധം. അതിൻ്റെ മസ്ദർ മുഅവ്വലാക്കിയാൽ പിന്നെ നഫ്അ തുല്ലാബി എന്ന് വരും. തുല്ലാബുകൾക്ക് ഉപകാരപ്രദമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ആ മഫ്ഊലിലേക്കാണ് അജ്റിൻ്റെ അത്ഫ്, വാവറഫ് അത്ഫ് അൽ അജ്റ, പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നു. വൽ ഖബൂല, സ്വീകാര്യതയും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ദത്തുല്ല, അതേപോലെ വസ്സവാബ്, സവാബും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കിതിൻ്റെ ഇറാബി വശം കൂടി ഇങ്ങനെ മനസ്സിലാക്കാം. هذا والله أعلم وصلى الله على نبينا محمد.